നിങ്ങളൊരു ട്രേഡറാണെങ്കിൽ നിങ്ങളുടെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചോദ്യമുണ്ട്. ഒരൊറ്റ ചോദ്യം. അതിന്റെ ഉത്തരം ശരിയായാൽ നിങ്ങൾ വിജയിക്കും, തെറ്റിയാൽ ഒരുപക്ഷെ എല്ലാം നഷ്ടപ്പെടാം. ആ ചോദ്യം ഇതാണ്. ഈ ചോദ്യത്തിന് തെറ്റായ ഉത്തരം കൊടുക്കുന്നത് കണ്ണും പൂട്ടി ഹൈവേ മുറിച്ചു കടക്കുന്നത് പോലെയാണ്. വെറും പ്രതീക്ഷയുടെ പുറത്ത് ട്രേഡ് ചെയ്യുന്നത് ജൂതാട്ടം മാത്രമാണ്. സത്യം പറഞ്ഞാൽ വിജയവും സമ്പൂർണ്ണ പരാജയവും തമ്മിലുള്ള വ്യത്യാസം ഈ ഒരൊറ്റ ചോദ്യത്തിന്റെ ഉത്തരത്തിലാണ്. സാധാരണ ട്രേഡർമാർ പലപ്പോഴും ആവേശത്തിലും കേട്ടുകേൾവികളിലും പിന്നെ ഭാഗ്യത്തിലും വിശ്വസിക്കുന്നു. എന്നാൽ ജെസ്സി ലിവർമോറിനെ പോലുള്ള ഒരു മാസ്റ്റർ ട്രേഡർ ഒരിക്കലും ഊഹിച്ചു കളിക്കുന്നില്ല. അവർക്ക് വ്യക്തമായൊരു സിസ്റ്റമുണ്ട്. വികാരങ്ങളല്ല, യുക്തിയാണ് അവരെ നയിക്കുന്നത്. പ്രതീക്ഷകളല്ല, കൃത്യമായൊരു പരീക്ഷണമാണ് അവരുടെ അടിസ്ഥാനം. അപ്പോൾ എന്താണ് ഈ പ്രൊഫഷണൽ പ്രക്രിയ? നമുക്കതിലേക്ക് കടക്കാം. ലിവർമോറിന്റെ ഈ 5-ഘട്ട പരീക്ഷണം ട്രേഡിങ്ങിനെ വെറുമൊരു ഭാഗ്യപരീക്ഷണത്തിൽ നിന്ന് ഒരു യഥാർത്ഥ ബിസിനസ്സാക്കി മാറ്റുന്ന താക്കോലാണ്. ഈ ടെസ്റ്റിനെ നമുക്കൊരു ഫണൽ പോലെ കാണാം. നമ്മൾ ഏറ്റവും മുകളിൽ, അതായത് മാർക്കറ്റിനെ മൊത്തത്തിൽ നോക്കി തുടങ്ങുന്നു. പിന്നെ ഓരോ ഘട്ടത്തിലൂടെയും അരിച്ചരിച്ച് അവസാനം ഏറ്റവും സാധ്യതയുള്ള ഒരൊറ്റ ട്രേഡിലേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുന്നു. ശരി, നമുക്ക് ഈ ഫണലിന്റെ ആദ്യത്തെ 2 സ്റ്റെപ്പുകളിലേക്ക് കടക്കാം. ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക സ്റ്റോക്കിനെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്. പകരം വലിയ ചിത്രം, അതായത് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള അവസ്ഥ എന്താണ്, ആരാണതിനെ നയിക്കുന്നത് എന്നൊക്കെയാണ് നോക്കുന്നത്. വളരെ അടിസ്ഥാനപരമായ 2 കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ഉറപ്പിക്കേണ്ടത്. ഒന്ന്, മാർക്കറ്റ് മൊത്തത്തിൽ മുകളിലേക്കാണോ താഴോട്ടാണോ പോകുന്നത്, അതായത് കാറ്റ് എങ്ങോട്ടാണ് വീശുന്നത്. 2, അങ്ങനെയാണെങ്കിൽ ഈ മുന്നേറ്റത്തിന് നേതൃത്വം നൽകുന്ന ഏറ്റവും ശക്തമായ മേഖല ഏതാണ്? ലിവർമോറിന് മാർക്കറ്റ് ഒരു വലിയ സമുദ്രം പോലെയായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം ഇതായിരുന്നു: ഒഴുക്കിനെതിരെ ഒരിക്കലും നീന്തരുത്, എപ്പോഴും ഒഴുക്കിനൊപ്പം മാത്രം സഞ്ചരിക്കുക. മാർക്കറ്റ് മുകളിലേക്കാണെങ്കിൽ നമ്മളും മുകളിലേക്ക് നോക്കുന്നു, അത്രയുള്ളൂ. ഇത് ലിവർമോർ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ വലിയ പണമുണ്ടാക്കുന്നത് ചെറിയ കയറ്റിറക്കങ്ങളിൽ നിന്നല്ല, മറിച്ച് മാർക്കറ്റിന്റെ പ്രധാനപ്പെട്ട വലിയ ചലനങ്ങളിൽ നിന്നാണ്. അതിന് നമ്മൾ മാർക്കറ്റിനെ മൊത്തത്തിൽ മനസ്സിലാക്കണം. ഇവിടെയാണ് ഒരു പ്രൊഫഷണലിന്റെ അച്ചടക്കം ആവശ്യമായി വരുന്നത്. മാർക്കറ്റിന്റെ ഒഴുക്ക് ശരിയല്ലെന്ന് തോന്നിയാൽ ഏറ്റവും ബുദ്ധിപരമായ നീക്കം ഒന്നും ചെയ്യാതിരിക്കലാണ്. ചില സമയങ്ങളിൽ ഏറ്റവും ലാഭകരമായ ട്രേഡെന്ന് പറയുന്നത് ഒരു ട്രേഡും ചെയ്യാതിരിക്കുന്നതാണ്. മാർക്കറ്റിന്റെ ദിശ ശരിയാണെന്ന് നമുക്കുറപ്പായാൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. ഒരു ബുൾ മാർക്കറ്റിൽ എല്ലാ സ്റ്റോക്കുകളും ഒരുപോലെയല്ല മുന്നോട്ടു പോകുന്നത്. അതിന്റെ മുഴുവൻ ഊർജ്ജവും എപ്പോഴും 1-2 പ്രധാന വ്യവസായ ഗ്രൂപ്പുകളിൽ കേന്ദ്രീകരിച്ചിരിക്കും. ആ റോക്കറ്റുകളെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. മാർക്കറ്റിന്റെ ദിശയും മുൻനിര വ്യവസായവും നമ്മൾ കണ്ടെത്തി. ഇപ്പോൾ നമ്മുടെ ഫണൽ ഒന്നുകൂടി ചെറുതായി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ വ്യവസായത്തിനുള്ളിലെ ഏറ്റവും മികച്ച സ്റ്റോക്കിനെയും അതിൽ പ്രവേശിക്കാനുള്ള ഏറ്റവും കൃത്യമായ നിമിഷത്തെയും കണ്ടെത്തുകയാണ്. ഇവയാണ് നമ്മുടെ തന്ത്രത്തിലെ ഏറ്റവും നിർണായകമായ 2 കാര്യങ്ങൾ. ശരിയായ സ്റ്റോക്ക് കണ്ടെത്തുക, അതിനേക്കാൾ പ്രധാനമായി എപ്പോൾ പ്രവേശിക്കണം എന്നുള്ള ആ കൃത്യമായ നിമിഷം തിരിച്ചറിയുക. ഇതാണ് പ്രൊഫഷണലും സാധാരണക്കാരനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. പ്രൊഫഷണലുകൾ എപ്പോഴും ശക്തിയിൽ, അതായത് തെളിയിക്കപ്പെട്ട ലീഡർമാരിലാണ് നിക്ഷേപിക്കുന്നത്. എന്നാൽ സാധാരണക്കാർ പിന്നോട്ടു പോകുന്ന സ്റ്റോക്കുകളെ വില കുറഞ്ഞത് എന്ന് തെറ്റിദ്ധരിച്ചു വാങ്ങുന്നു. ഓർക്കുക, ഒരു ലാഗാർഡ് വില കുറഞ്ഞതല്ല, അതൊരു മുന്നറിയിപ്പാണ്. ലിവർമോറിന്റെ ഈ വാക്കുകൾ ആ ആശയം ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. ദൗർബല്യം ഒഴിവാക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് പഠിച്ച ഒരു വലിയ പാഠമാണിത്. ഇനി 4-ാമത്തെ ഘട്ടം, ടൈമിംഗ്. ലോകത്തിലെ ഏറ്റവും മികച്ച സ്റ്റോക്ക് നിങ്ങൾ കണ്ടെത്തിയിട്ടും ഒരു കാര്യവുമില്ല നിങ്ങളുടെ എൻട്രി ടൈം തെറ്റാണെങ്കിൽ. ഒരു സ്പ്രിന്റർ ഓടാൻ തയ്യാറായി സ്റ്റാർട്ടിംഗ് ബ്ലോക്കിൽ നിൽക്കുന്നതുപോലെ ഒരു സ്റ്റോക്ക് അതിന്റെ വലിയ കുതിപ്പിന് തൊട്ട് മുൻപ് നിൽക്കുന്ന ആ ഒരു പോയിന്റ്, അതാണ് പിവോട്ടൽ പോയിന്റ്. ഈ വാക്കുകളിൽ ലിവർമോറിന്റെ നഷ്ടങ്ങളുടെ വേദനയുണ്ട്. ആലോചിച്ചു നോക്കൂ, ശരിയായ നിമിഷത്തിനായി കാത്തിരിക്കുക എന്നത് എത്രത്തോളം പ്രയാസമാണെന്നും ആ ക്ഷമയില്ലായ്മയ്ക്ക് എത്ര വലിയ വില നൽകേണ്ടി വരുമെന്നും ഇത് നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ നമ്മൾ എല്ലാ വിശകലനങ്ങളും പൂർത്തിയാക്കി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, എങ്ങനെ ഈ അറിവിനെ യഥാർത്ഥ ലാഭമാക്കി മാറ്റാം. ഇതാണ് അവസാന ഘട്ടം, ട്രേഡ് നടപ്പിലാക്കൽ. 5-ാം ഘട്ടത്തെ ദി പ്രോബ് അഥവാ പരീക്ഷണ നീക്കം എന്നു പറയാം. ഇതൊരു പൂർണ്ണമായ യുദ്ധപ്രഖ്യാപനമല്ല, മറിച്ച് ഒരു ചെറിയ നിരീക്ഷണ സംഘത്തെ അയക്കുന്നതുപോലെയാണ്. പ്രൊഫഷണലുകൾ ഒരിക്കലും മുഴുവൻ പണവും ഒറ്റയടിക്കിറക്കില്ല. അവർ ആദ്യം വെള്ളം എത്രത്തോളം ആഴമുണ്ടെന്ന് ഒന്ന് പരീക്ഷിച്ചു നോക്കും. ഈ ചെറിയ പരീക്ഷണ നീക്കം യഥാർത്ഥ പണം ഉപയോഗിച്ച് മാർക്കറ്റിനോട് ഒരൊറ്റ ചോദ്യം ചോദിക്കുകയാണ്: എന്റെ വിശകലനം ശരിയാണോ? ഇപ്പോൾ പ്രവേശിക്കാൻ പറ്റിയ ഏറ്റവും ശരിയായ സമയമാണോ?
ഈ പരീക്ഷണത്തിന് രണ്ട് ഉത്തരങ്ങളെ ഉണ്ടാകൂ, അതെ അല്ലെങ്കിൽ അല്ല. ഒന്നുകിൽ ട്രേഡ് ഉടനടി ലാഭത്തിലേക്ക് നീങ്ങും, അതിനർത്ഥം നിങ്ങളുടെ വിശകലനം ശരിയാണ്, മുന്നോട്ടു പോകാം. അല്ലെങ്കിൽ അത് നഷ്ടം കാണിക്കും, അതിനർത്ഥം നിങ്ങളുടെ ടൈമിംഗ് തെറ്റാണ്. രണ്ടാമത്തേതാണ് സംഭവിക്കുന്നതെങ്കിൽ ഒരു നിമിഷം പോലും ആലോചിക്കരുത്. ചോദ്യങ്ങളില്ല, പ്രതീക്ഷകളില്ല, ഉടൻ തന്നെ ആ ട്രേഡിൽ നിന്ന് പുറത്തു കടക്കുക. ആദ്യ പരീക്ഷണ നീക്കം വിജയിച്ചാൽ അടുത്ത ഘട്ടമാണ് പിരമിഡിംഗ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. പരാജയപ്പെട്ട ട്രേഡിൽ കൂടുതൽ പണം നിക്ഷേപിച്ച് നഷ്ടം കുറയ്ക്കാൻ ശ്രമിക്കരുത്. പകരം വിജയിച്ചുകൊണ്ടിരിക്കുന്ന ട്രേഡിനെയാണ് നമ്മൾ ശക്തിപ്പെടുത്തേണ്ടത്. ഓരോ തവണ സ്റ്റോക്ക് മുകളിലേക്ക് പോകുമ്പോഴും കുറച്ചുകൂടി ചേർക്കുക. അതോടൊപ്പം നിങ്ങളുടെ സ്റ്റോപ്പ് ലോസും മുകളിലേക്ക് കൊണ്ടുവന്ന് അതുവരെയുള്ള ലാഭം സംരക്ഷിക്കുക. കണ്ടില്ലേ, ഈ 5 ഘട്ടങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ നിങ്ങൾ ഊഹങ്ങളിൽ നിന്നും പ്രതീക്ഷകളിൽ നിന്നും മാറി ഒരു പ്രൊഫഷണൽ ബിസിനസ് ഉടമയുടെ ചിട്ടയായ പ്രവർത്തനത്തിലേക്കെത്തുന്നു. ഇതൊരു ട്രേഡിംഗ് തന്ത്രം മാത്രമല്ല, നമ്മുടെ ചിന്താരീതിയിലെ ഒരു സമ്പൂർണമായ മാറ്റമാണ്. അപ്പോൾ നമുക്ക് ഈ 5 ഘട്ടങ്ങളും ഒന്നുകൂടി ഓർക്കാം. 1. മാർക്കറ്റ് ട്രെൻഡ് എന്താണെന്ന് സ്ഥിരീകരിക്കുക. 2. ലീഡിംഗ് ഗ്രൂപ്പിനെ തിരിച്ചറിയുക. 3. ആ ഗ്രൂപ്പിലെ ഏറ്റവും ശക്തനായ ലീഡറെ തിരഞ്ഞെടുക്കുക. 4. കൃത്യമായ പിവോട്ടൽ പോയിന്റിനായി കാത്തിരിക്കുക. 5. ഒരു ചെറിയ പ്രോബ് ഉപയോഗിച്ച് ട്രേഡ് ആരംഭിച്ച് ശരിയാണെങ്കിൽ മാത്രം പിരമിഡ് ചെയ്യുക. ഇതൊരു ഓർമ്മിക്കാവുന്ന ചെക്ക്ലിസ്റ്റാണ്. അപ്പോൾ അവസാനമായി ഒരൊറ്റ ചോദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. നിങ്ങൾ മാർക്കറ്റിൽ പ്രവർത്തിക്കുന്നത് വെറും പ്രതീക്ഷയുടെ പുറത്താണോ, അതോ വ്യക്തമായൊരു ബിസിനസ് പ്ലാനോടെയാണോ? ആ ഉത്തരം നിങ്ങളുടെ വിജയത്തെ നിർണ്ണയിക്കും.